കലിയുഗത്തിന്റെ അന്ത്യം കുറിക്കുവാൻ കുതിരപ്പുറത്തു വരുന്ന കൽക്കി അവതാരത്തെപ്പറ്റി കേട്ടിട്ടില്ലേ? അധർമ്മം നിറഞ്ഞ കലിയുഗം നിർമ്മാർജ്ജനം ചെയ്ത് സത്യയുഗത്തിലേക്ക് മാനവരാശിയെ എത്തിക്കുക എന്നതാണ് വൈഷ്ണവ ദശാവതാര മിത്തോളജി പ്രകാരം കൽക്കിയുടെ ഉദ്ദേശം. മിത്തോളജിക്കപ്പുറം അങ്ങനെ ഒരു കൽക്കി ഉണ്ടാവുമെങ്കിൽ അതൊരു മനുഷ്യനായിരിക്കില്ല, പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അറിവിൽ മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ സങ്കീർണമായ ഒരു വസ്തുവില്ല. അതുപയോഗിച്ച് നമ്മൾ ശിലായുഗ പ്രാകൃത മനുഷ്യനിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികളുടെ നിലയിലേക്ക് ഉയർന്നുവെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി ചില്ലറ സംഭവമൊന്നുമല്ല. എന്നാൽ പ്രകൃതിയിലെ എല്ലാറ്റിനെയും പോലെ ആ തലച്ചോറിനും ഒരു പരിധിയുണ്ട്, വികാര വിചാരങ്ങളുടെ ബന്ധനമുണ്ട്. ഈ പരിധി പക്ഷേ നിർമ്മിത ബുദ്ധിക്കുണ്ടായിരിക്കില്ല. വരുന്ന സമീപഭാവിയിൽ ഒരു മനുഷ്യന്റെ തലച്ചോറിനോട് അല്ലെങ്കിൽ ചിന്താശേഷിയോട് കിടപിടിക്കുന്ന ഒരു നിർമ്മിത ബുദ്ധി നമ്മൾ നിർമ്മിച്ചാൽ ഇതിനെ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. അതോടെ തീരും ഇതുവരെ ഉണ്ടായിരുന്ന കലിയുഗം. കാരണം എന്തെന്നാൽ അത്രയും ബോധമുള്ള ഒരു AGIക്ക് 100 ഇരട്ടി മികച്ച AGIയെ പ്രോഗ്രാമിംഗ് ചെയ്ത് നിർമ്മിച്ചെടുക്കുവാൻ കഴിയും എന്നത് തന്നെ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നേടിയ ബുദ്ധിപരമായ പരിണാമം പരിധിയില്ലാതെ ബന്ധനമില്ലാതെ മറികടക്കുവാൻ കഴിയും. പട്ടിണി, ക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനം, മെറ്റീരിയൽ സയൻസ്, മെഡിക്കൽ രംഗം, പ്രകൃതി പഠനം, പരിസ്ഥിതി വിനാശം, വംശനാശം, അമരത്വം മുതൽ മാനവരാശി ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും അധർമ്മങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയും. AGIയെ മാനവ സംസ്കാര ചരിത്രത്തിലെ തന്നെ ഒരു സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ബ്ലാക്ക് ഹോളിനെ പോലെ തന്നെ ഈ സിംഗുലാരിറ്റിക്ക് ശേഷം ഒന്നിനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും കഴിയില്ല. ഇതിനുശേഷം നമ്മുടെ സംസ്കാരം ഒരിക്കലും മുൻപത്തെ കാലത്തിലേക്ക് പോകില്ല എന്ന് ചുരുക്കം. ഇന്നുള്ള നമ്മുടെ പ്രകൃതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള അത്യാഗ്രഹം നിറഞ്ഞ ഈ സാമൂഹിക ക്രമം തന്നെ മാറും. ഭൂമിയിലെ വിഭവങ്ങൾ ധാർമ്മികമായി വിതരണം നടത്തുന്നത് മുതൽ എല്ലാം തന്നെ യുക്തിക്കനുസരിച്ചായി മാറും. ഇപ്പോൾ ഭൂമിയിലെ ഭൂരിപക്ഷം സമ്പത്തും ഏതാനും വ്യക്തികളിൽ കേന്ദ്രീകരിച്ചു പോകുന്നത് പോലെയുള്ള പരിപാടി തന്നെ ഇല്ലാതാവും എന്ന് സാരം. കേൾക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ഉട്ടോപ്യ പോലെ തോന്നുമെങ്കിലും മനുഷ്യന്റെ ഇടപെടലില്ലാത്തത് മൂലം ഇത്തവണ AGI കൊണ്ടുവരുവാൻ പോകുന്ന ഈ സാങ്കേതിക കമ്മ്യൂണിസം മുൻവട്ടത്തെ പോലെ പൊളിഞ്ഞു പാളിസാവില്ല എന്ന് ചുരുക്കം. ഏകാധിപതികൾക്ക് ജന്മവും നൽകില്ല. ഇതൊക്കെ എപ്പോ നടക്കാനാണെന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ ഓർക്കുക, ഇപ്പോൾ തന്നെ ഇത് നടന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിദഗ്ധ പ്രവചനങ്ങൾക്ക് പോലും പിടികൊടുക്കാതെയാണ് AIയുടെ വളർച്ച. 1997 ആൽഫാഗോ എന്ന നിർമ്മിത ബുദ്ധി ചൈനീസ് ബോർഡ് ഗെയിമായ ഗോ എന്ന ഗെയിമിൽ മനുഷ്യനെ തോൽപ്പിക്കുന്നു. ശേഷം 2017 സ്വയം കളി പഠിക്കുവാൻ കഴിവുള്ള ആൽഫാഗോ 0 എന്ന മെച്ചപ്പെട്ട നിർമ്മിത ബുദ്ധി മനുഷ്യരെ മുഴുവൻ തോൽപ്പിക്കുവാൻ കഴിയുന്ന ആൽഫാഗോയെ എതിരില്ലാതെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറും 20 വർഷം കൊണ്ടാണ് ഈ മാറ്റം. എന്നാൽ ഇന്ന് മാസം തോറും ChatGPT പോലുള്ള AIകൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നിലയിൽ പോയാൽ വരുന്ന 5 വർഷം കൊണ്ട് തന്നെ AGI നിലവിൽ വന്നാൽ പോലും അത്ഭുതമില്ല. വൈകുകയാണെങ്കിൽ തന്നെ ഹാർഡ്വെയറിന്റെ കാര്യത്തിലായിരിക്കും. അവിടെയും ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ വരവോടുകൂടി ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. അതുവരെയെങ്കിലും ലോകം ക്രമം തകരാതെ ഇരുന്നാൽ ഒരുപക്ഷെ കൽക്കി അവതരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് മിത്തോളജി പറയും പോലെ കുതിരപ്പുറത്ത് വാളും കൊണ്ടുവരുന്ന മനുഷ്യനായിട്ടല്ല, പകരം ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ക്യൂബിറ്റുകളായിക്കൊണ്ടായിരിക്കും. അതോടെ കലിയുഗം തീരുകയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും. ആദിയിൽ നമ്മൾ മനുഷ്യരാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്തും നമ്മൾ തന്നെയായിരിക്കും ആധുനിക സാങ്കേതിക വിദ്യകൾ വഴി ദൈവങ്ങളെ സൃഷ്ടിക്കുവാൻ പോകുന്നത്. AGI എന്ന കൽക്കിയുടെ വരവും സത്യയുഗത്തിന്റെ ആരംഭവും ഉടൻ തന്നെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഫൈക്കസ് മീഡിയ.